ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് വീഡിയോ ബലൂണുകളെ കുറിച്ചാണ്. അതായത് CCTV നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതറിയാൻ പറ്റും. പുതുതായിട്ട് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാർ വീഡിയോസ് CCTV ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ബലൂണുകൾ എന്താണെന്ന് വെച്ചാൽ, അതായത് വീഡിയോ ബലൂണിൽ തന്നെ പാസീവ് വീഡിയോ ബലൂണുണ്ട്, ആക്റ്റീവ് വീഡിയോ ബലൂണുണ്ട്. വീഡിയോ ബലൂൺ നോർമലി ഇത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ബലൂൺ കഴിയുന്നത് ഒഴിവാക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം വീഡിയോ ബലൂൺ നമ്മൾ ഉപയോഗിക്കുന്നത് അനലോഗ് ക്യാമറകൾ, അതായത് DVR ക്യാമറകൾ അല്ലെങ്കിൽ HD ക്യാമറകൾ എന്ന് പറയുമല്ലോ, അതായത് പണ്ട് മുതലേ കണ്ടുവരുന്ന ക്യാമറകൾ. അത്തരം ക്യാമറകൾ നോർമലി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 3+1 എന്ന് പറഞ്ഞ കേബിളുണ്ട്. 3+1 കേബിളിൽ കൂടിയാണ് നോർമലി ഉപയോഗിക്കാറ്. എന്നാൽ അതിന് പകരം നമ്മുടെ CAT6 കേബിൾ, അതായത് എതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് ഈ അനലോഗ് ക്യാമറകൾ പ്രവർത്തിപ്പിക്കാൻ നേരത്താണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നത്? ഈ ഒരു വീഡിയോ ബലൂണിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ടെക്നോളജി ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അനലോഗ് ക്യാമറയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു 3+1 കേബിളാണ് ഉപയോഗിക്കേണ്ടത്, CAT6 അല്ല. ഇനി ചിലവരുണ്ട് CAT6 കേബിൾ ഇപ്പോൾ ഇടാൻ വന്നിട്ട് അനലോഗ് വെക്കാൻ വന്നിട്ട് ഭാവിയിലേക്ക് നമുക്ക് IP ക്യാമറ വെക്കുമ്പോൾ ഈ ഒരു CAT6 ഉപയോഗിക്കാമെന്ന് പറയുന്നവരുണ്ട്. അവർക്കും അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ബലൂൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ ബലൂണിൽ നമുക്കറിയാം ഇതുപോലത്തെ ഇതൊരു പാസീവ് വീഡിയോ ബലൂണാണ്, ആക്റ്റീവ് അല്ല, ഒരു പാസീവ് വീഡിയോ ബലൂണാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പെയർ, അതായത് ഒരു പെയർ നമ്മൾ DVRൻ്റെ എൻഡിലും കൊടുക്കും, അതുപോലെ തന്നെ ഒരു പെയർ ക്യാമറയുടെ എൻഡിലും കൊടുത്തിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു രണ്ട് വയർ വീതം കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഈ ഒരു ബലൂണിലുണ്ട്. അപ്പോൾ ആ ഒരു DVR കണക്ടറിൽ ആ ഒരു DVR ക്യാമറയുടെ ആ ഒരു HD ക്യാമറയുടെ BNCയിൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് BNC ആയിട്ട് ആ ഒരു പോർഷനിൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അവിടെ ആ ഒരു ഡിജിറ്റൽ സിഗ്നലിലെ അനലോഗ് സിഗ്നലായിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് ആ ഒരു HD ക്യാമറകൾ പ്രവർത്തിപ്പിക്കാനായിട്ടാണ് ഈ ഒരു പാസീവ് വീഡിയോ ബലൂണുകൾ ഉപയോഗിക്കുന്നത്. വീഡിയോ ബലൂണുകൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പാസീവ് വീഡിയോ ബലൂൺ എന്ന് പറഞ്ഞാൽ നോർമൽ ഈ കാണുന്ന പോലത്തെ നോർമൽ വീഡിയോ ബലൂണാണ്. അതിന് വേറെ സെപ്പറേറ്റ് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ CAT6 കേബിൾ DVR ക്യാമറകൾക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിന് ലെങ്ത്ത് പറയുകയാണെങ്കിൽ നോർമലി ഒരു 60 മീറ്റേഴ്സൊക്കെ മാക്സിമം ആണ് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നത്, ആ ഒരു വയറിൻ്റെ നീളം. അതിനപ്പുറത്തോട്ടൊന്നും വീഡിയോ ബലൂൺ ഉപയോഗിക്കരുത്. കാരണം വീഡിയോ ബലൂണിന് പല കംപ്ലയിൻറ്റുകളും ഗ്രെയിൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പവർ പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 60 മീറ്ററിന് മുകളിലോട്ടൊന്നും വീഡിയോ ബലൂൺ കഴിയുന്നു ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വീഡിയോ ബലൂണിൻ്റെ പാസീവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറവാണ്. ആക്റ്റീവ് ബലൂണുകളെ സംബന്ധിച്ച് പാസീവ് ബലൂണിന് കോസ്റ്റ് കുറവാണ്. ആക്റ്റീവ് ബലൂൺ എന്ന് പറയുന്നത് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇതിന് സെപ്പറേറ്റ് പവർ കൊടുക്കേണ്ടി വരും. അതായത് പവർ കൊടുക്കണം, അതായത് ഡിസ്റ്റൻസ് കൂട്ടാനായിട്ടാണ്. ഇപ്പോൾ ഒരു 100 മീറ്ററിലും മുകളിലുള്ള 200 മീറ്റർ 300 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത്രയും ദൂരം പവർ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പാസീവ് ബലൂണിന് സാധിക്കില്ല, പാസീവ് വീഡിയോ ബലൂണിന് സാധിക്കില്ല. അവിടെയാണ് നമുക്ക് ആക്റ്റീവ് വീഡിയോ ബലൂണിൻ്റെ ആവശ്യം വരുന്നത്. ആക്റ്റീവ് വീഡിയോ ബലൂണിലാവുമ്പോൾ ലോങ് റേഞ്ചിലോട്ട്, അതായത് 100-ന് മേളിൽ 200-300 ആ ഒരു ഡിസ്റ്റൻസിലോട്ട് നമുക്ക് കൊടുക്കാനായിട്ട് എന്തിൽ സാധിക്കും? ആക്റ്റീവ് വീഡിയോ ബലൂണിൽ സാധിക്കും. പിന്നെ ആക്റ്റീവ് വീഡിയോ ബലൂണിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ പാസീവ് വീഡിയോ ബലൂണിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചെറുകിട ഷോപ്സ് അല്ലെങ്കിൽ കടകളൊക്കെ നമ്മൾ വില കുറച്ച് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങൾ ഒരു ആക്റ്റീവ് ബലൂണിലോട്ടൊക്കെ പോകാനായിട്ടുള്ള സാധ്യത കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് അവിടെ ആവും. പിന്നെ അതുപോലത്തെ ഒരു വലിയൊരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ബഡ്ജറ്റ് അത്രയും ചെറിയൊരു എക്യുപ്മെൻറ്റ് നമുക്ക് ചെറിയൊരു രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതായത് ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഒരുപാട് നീളത്തിൽ കേബിൾ വലിക്കേണ്ടടത്തൊക്കെ ഈ ഒരു ബലൂൺ ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ ആക്റ്റീവ് ബലൂണുകൾ തന്നെ ഉപയോഗിക്കുക. പാസീവ് ബലൂണല്ല, ആക്റ്റീവ് വീഡിയോ ബലൂണുകൾ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അത്രയും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് ഇത്തരം ബലൂണുകൾക്ക് സാധിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാം, കഴിയുന്നതും ഈ ഒരു ബലൂണുകൾ ഒഴിവാക്കാതെ ആക്റ്റീവായാലും പാസീവായാലും ബലൂണുകൾ ഒഴിവാക്കി തന്നെ ചെയ്യാം. ഒരുപാട് പേര് ബലൂണിട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇത്തരം വീഡിയോസുകളുടെ താഴെ കണ്ടിട്ടുണ്ട്. ഇല്ലെന്നല്ല, പക്ഷേ അതിനെല്ലാത്തിനും ഓരോരോ ടെക്നോളജി ഉണ്ടല്ലോ. അപ്പോൾ അതായത് ടെക്നോളജിയിൽ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബലൂണുകൾ മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് കഴിയാവുന്ന സ്ഥലത്താണെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഈ പാസീവ് ബലൂണും ആക്റ്റീവ് ബലൂണും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആക്റ്റീവ് ബലൂണിന് ആ ഒരു പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിന് പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ആക്റ്റീവ് ബലൂണിൽ കൂടുതൽ ഡിസ്റ്റൻസ് പോകും. ഇതിൽ ഒരു 10-60 മീറ്ററൊക്കെ വരെ പോകുള്ളൂ മാക്സിമം. അതിലാണെങ്കിൽ ഒരു 100, 150, 200, 300 കിലോമീറ്റർ അല്ല മീറ്ററുകൾ വരെയൊക്കെ ആക്റ്റീവ് വീഡിയോ ബലൂണിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു പാസീവ് ആക്റ്റീവ് വീഡിയോ ബലൂണുകൾ തമ്മിലുള്ള വ്യത്യാസം. വീഡിയോ ബലൂണുകളും ഇതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു HD ക്യാമറയുടെ CAT6 കേബിളിൽ വഴി ആ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് വീഡിയോ ബലൂൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വേറൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. ബൈ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.